السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فقد قال الله تبارك وتعالى: لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله مولانا العظيم. وقال نبينا محمد صلى الله عليه وسلم: من يرد الله به خيرا يفقهه في الدين. ഏറ്റവും ബഹുമാനമുള്ള ഉലമാക്കളെ, സ്നേഹാനിധികളായ മുതഅല്ലിമീങ്ങളെ, മുൽത്തഖ എന്ന ഇന്നത്തെ ഈ പ്രൗഢമായ പരിപാടി റബ്ബിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മുതഅല്ലിമീങ്ങളാകും നമ്മോട് നമ്മുടെ ഗുണത്തിനും പുരോഗതിക്കും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും നസീഹത്തുകളും നടത്താൻ പ്രാപ്തരായ ഉലമാക്കൾ എൻ്റെ പിന്നിലായി വരാൻ ഉണ്ട്. ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എൻ്റെ കടമ. നമ്മൾ മതവിദ്യാർത്ഥികളാകുന്ന മുതഅല്ലിമീങ്ങൾ, ത്വലബ എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ എന്നർത്ഥം. പക്ഷെ നാം ഉദ്ദേശിക്കുന്നത് അത്വലബ, മുതഅല്ലിമീങ്ങളായ മതം പഠിക്കുന്ന പ്രത്യേക വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് മുസ്ലിയാരുട്ടികൾ എന്ന് ജനങ്ങൾ പറയുന്ന ജൂനിയർ ഉലമാക്കളെ സംബന്ധിച്ചാണ്. മഹാന്മാരാകുന്ന അംബിയാ മുർസലീങ്ങൾ അവരിവിടെ സമ്പത്തിട്ടേച്ച് പോയിട്ടില്ല. അവർ ഇവിടെ അനന്തരമായി ഇട്ടേച്ച് പോയത് വിജ്ഞാനം എന്ന മുത്താണ്. ഖാതിമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്ത രൂപത്തിൽ പോയപ്പോഴും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ ഉമ്മത്തിന്റെ പ്രബോധകരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇട്ടേച്ച് പോയ സമ്പത്ത് അത് വിശുദ്ധ ഇസ്ലാമിന്റെ ആത്മാവായ ജീവനായ ഇൽമാണ്. ആ ഇൽമിന്റെ വാഹകരാകാൻ ആവശ്യമായ വഴിയിലേക്ക് നമ്മളെ വഴി തിരിച്ചു തന്ന അള്ളാഹുവിന് നമ്മൾ ഒരുപാട് ശുക്ർ ചെയ്യണം എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാം ജനിച്ചത് നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ തീരുമാനത്തിനോ അനുസരിച്ചല്ല. നമ്മൾ ആൺകുട്ടികളായത് നമ്മുടെ ഇഷ്ടത്തിനോ തീരുമാനത്തിനോ ഇച്ഛക്കോ അനുസരിച്ചല്ല. നമ്മൾ ജനിച്ചു ആൺപിള്ളേരായി, അഹ്ലുസുന്നയുടെ വക്താക്കളായി, യഥാർത്ഥ ഹക്കായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ വിവിധങ്ങളാകുന്ന സ്ഥാപനങ്ങളിലും പള്ളികളിലും പഠിക്കാനുള്ള അവസരമുണ്ടായി. ഇതെല്ലാം പടച്ച റബ്ബ് നമുക്ക് തന്ന ശക്തമായ നിഅമത്താണ്, അപാരമായ നിഅമത്താണ്. ആ നിഅമത്തിന്റെ ഉടമകളാണ് നമ്മളെന്ന് നാം ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി പറയണം, ഇടയ്ക്കിടയ്ക്ക് പറയണം. അന്ധന്മാരെ കാണുമ്പോൾ, കുഷ്ഠരോഗികളെ കാണുമ്പോൾ, വെള്ളപ്പാണ്ട് രോഗികളെ കാണുമ്പോൾ, വികലാംഗരെ കാണുമ്പോൾ നമുക്ക് ശുക്ർ ചെയ്യൽ സുന്നത്തായ കാര്യമാണ്. അവർ കാണാതെ നമ്മൾ ശുക്ർ ചെയ്യണം. എന്താ കാരണം? എന്നെ പഠിച്ച റബ്ബ് തന്നെയാണ് അവരെയും പഠിച്ചത്. ഖലഖനി അല്ലദീ ഖലഖഹും, അവരെ പഠിച്ച അതേ റബ്ബ് തന്നെയാണ് എന്നെ പഠിച്ചത്. പക്ഷെ അവന് കൈയില്ലാത്തപ്പോൾ, അവന് കാലില്ലാത്തപ്പോൾ, അവന് കണ്ണില്ലാത്തപ്പോൾ, അവന് മിണ്ടാൻ കഴിയാതാകുമ്പോൾ, അവന് കേൾവിയില്ലാതാകുമ്പോൾ, അതെല്ലാം ഉള്ളവനാണ് ഞാൻ. ഹിദായത്തില്ലാത്ത ആളെ കാണുമ്പോൾ, തഖ്വയില്ലാത്ത ആളെ കാണുമ്പോൾ, ഫുസ്സാഖിനെ കാണുമ്പോൾ, ഫജറത്തിനെ കാണുമ്പോൾ, ശറബത്തിനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ അൽഹംദുലില്ലാഹി പറയണം.
നമ്മുടെ പ്രായക്കാർ, നമ്മെപ്പോലെ ജീവിച്ചു വളർന്ന സാഹചര്യത്തിലുള്ളവർ, പക്ഷേ നമ്മുടെ രൂപത്തിലല്ലാതെ വേറെ കോലത്ത് കാണുമ്പോൾ, 4 കാലിൽ ആടിക്കളിക്കുന്ന കാണുമ്പോൾ, ചുമരിൽ തലയും കൈയും ഇടിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന കാണുമ്പോൾ, ഇപ്പോൾ 1-2 ആഴ്ചയായി സ്വന്തം മാതാവിനെ കൊല്ലുന്ന, സ്വന്തം പിതാവിനെ കൊല്ലുന്ന, സ്വന്തം മക്കളെ കൊല്ലുന്ന, സ്വന്തം ഭാര്യയെ കൊല്ലുന്ന, ഭർത്താവിനെ കൊല്ലുന്ന കെട്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ തൂവെള്ള വസ്ത്രം ധരിച്ച്, തലപ്പാവ് ധരിച്ച്, നീളം കുപ്പായം ധരിച്ച്, നല്ല മാലാഖമാരെ പോലെയുള്ള ഈ രൂപത്തിലേക്ക് നമ്മെ വഴി നടത്തിയ റബ്ബിന് നമ്മൾ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കണം. ശുക്റിന്റെ നന്ദി ഹംദ് ചെയ്യാതെ നാം ഒരു സമയം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ യൂണിഫോം അങ്ങനെയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർ വെള്ള ധരിക്കണം, മരിച്ചാൽ എന്റെ ഉമ്മത്തിലെ എല്ലാവരെയും വെള്ളയിൽ പൊതിയണം, കഫൻ ചെയ്യണം. ആ ഒരു പ്രധാനമായ സുന്നത്ത് നമ്മുടെ യൂണിഫോമിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രായക്കാരാകുന്ന, നമ്മുടെ നാട്ടുകാരാകുന്ന, നമ്മുടെ കൂട്ടുകാരാകുന്ന ആളുകൾക്ക്, വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, വിദ്യാർത്ഥികൾക്കെല്ലാം യൂണിഫോം ഉണ്ട്. അത് കറുപ്പാകാം, ചുവപ്പാകാം, പച്ചയാകാം, നീലയാകാം, എന്തെല്ലാം കളറുണ്ടോ ആ കളർ കോഡുകൾ അവർക്കുണ്ട്. അത് പമ്പിലെ ജോലിക്കാരനാണെങ്കിൽ ഉണ്ട്, സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനാണെങ്കിൽ ഉണ്ട്, സ്കൂളിലെയും കോളേജിലെയും അധ്യാപകരും വിദ്യാർത്ഥികളുമാണെങ്കിൽ അവർക്കുണ്ട്. അതുപോലെ പോലീസിന് പ്രത്യേകമായ യൂണിഫോം ഉണ്ട്, നല്ല കാക്കി വസ്ത്രമുണ്ട്. പട്ടാളക്കാർക്ക് അതിൻ്റെതായ ഒരു പുലിയുടെയും നരിയുടെയും ചിത്രമുള്ള പുള്ളി വസ്ത്രമുണ്ട്. ഇങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർക്കെല്ലാം പ്രത്യേകം യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ഇടാൻ അവരുടെ ജോലിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി അവർ നിർബന്ധിതരാകുമ്പോൾ സുന്നത്തായ വെള്ളവസ്ത്രം ധരിക്കുക എന്ന സുന്നത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പോലീസുകാരനെ തലമറച്ച്, തൊപ്പിയിട്ട്, വെള്ളത്തൊപ്പിയിട്ട്, വെള്ളക്കുപ്പായം ധരിച്ച്, വെള്ളത്തുണി ധരിച്ച് നടക്കാൻ എത്ര മോഹിച്ചിട്ടും കാര്യമില്ല. കാരണം അവന്റെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയുടെ ഡ്രസ്സ് അവൻ അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ സുബഹി മുതൽ ഇശാ വരെ കിടന്നുറങ്ങുന്ന സമയത്തും വെള്ളവസ്ത്രം ധരിച്ച്, തലമറച്ച് പഠിക്കാനും പഠിപ്പിക്കാനും നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാ അവസരത്തിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പ്രോത്സാഹിപ്പിച്ച വെള്ളവസ്ത്രം ധരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാസൗഭാഗ്യശാലികളാണ് ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളാകുന്ന നാം ഓർക്കണം. പല ഭൗതിക സ്ഥാപനങ്ങളിലും സ്കൂളിലും കോളേജിലും പഠിക്കാൻ മുത്തഅല്ലിമീങ്ങൾക്ക് അവരുടെ ഡ്രസ്സ് തന്നെ മതി എന്നാണ് നിയമം. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഡ്രസ്സ് മാറ്റി കുറച്ച് മണിക്കൂറുകൾ സ്കൂളിന്റെ യൂണിഫോം ധരിക്കേണ്ടി വരുന്നത്. അതൊരു മഹാഭാഗ്യമാണ്. നമുക്ക് വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ ആ സുന്നത്തായ മുത്ത് റസൂലിന്റെ സുന്നത്തായ വെള്ളവസ്ത്രം ധരിക്കുന്നു എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് നാം ധരിക്കുമ്പോൾ നമുക്ക് ആ സുന്നത്ത് ലഭിക്കുകയാണ്. നമ്മുടെ ഡ്രസ്സിന് വേണ്ടി കൊടുക്കുന്ന പണമെല്ലാം ആ സുന്നത്തിനെ ഹിയായി ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിക്കുകയാണ്. ഇതൊരു ചെറിയ സൗഭാഗ്യമല്ല. മറ്റൊന്ന്, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചൊല്ലി പറയുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത് സുബഹി മുതൽ ഇശാ വരെ, പാതിര സമയം വരെ ഖുർആൻ, സുന്നത്ത്, ഹദീസ്, ഫിഖ്ഹ്, അതുമായി ബന്ധപ്പെട്ട ശറഈയ ഉലൂമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സഹീഹുൽ ബുഖാരി, തഫ്സീറുൽ ജലാലൈൻ, മിശ്കാത്ത്, അൽഫിയത്ത് ഇബ്നു മാലിക്, ഫത്ഹുൽ മുഈൻ, തുഹ്ഫ, ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഇങ്ങനെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നമ്മൾ എടുത്തു കൊണ്ടുപോയി നോക്കുന്നതും വായിക്കുന്നതും എല്ലാം ഈ നല്ല കാര്യങ്ങളാണ്. അതിന് സൗഭാഗ്യം ലഭിച്ചു. നമ്മൾ നോക്കിയാൽ കൂലി കിട്ടുന്ന ഖുർആനിലേക്കാണ് നോക്കുന്നത്, കേട്ടാൽ കൂലിയുള്ള ഖുർആനാണ് നമ്മൾ കേൾക്കുന്നത്, പാരായണം ചെയ്താൽ കൂലി കിട്ടുന്ന ഖുർആനാണ് നമ്മൾ വായിക്കുന്നത്. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി കൂലി കിട്ടുന്ന ഖുർആൻ വായിക്കാനും എഴുതാനും നോക്കാനും കേൾക്കാനുമുള്ള മഹാസൗഭാഗ്യം ലഭിച്ച യുവാക്കളാണ്, ഭാഗ്യശാലികളാണ് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞു, ഒന്ന് യൂണിഫോമിന്റെ കാര്യം. അതേ സ്ഥാനത്ത്
നമ്മെപ്പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിന് ആവശ്യമുള്ള, ഈ വർഗത്തിന് ആവശ്യമുള്ള ഒരു തൊഴിലാണ് ലാബ് ചെയ്യുക. രക്തവും മാംസവും കഫവും എല്ലാം പരിശോധിക്കുന്ന ലാബ് ടെക്നീഷ്യന്മാർ. അവര് നേരം വെളുത്ത് വൈകുന്നേരം വരെ കാണുന്നത് എന്താ? മലം, മൂത്രം, രക്തം, മനീ. ഇതാണ് കാണുന്നത്. എവിടെ നോക്കിയാലും ആ റൂമിൽ എഴുതി വെച്ചത് മലം, മൂത്രം, രക്തം, മനീ എന്നായിരിക്കും. വായിക്കുന്നതും കേൾക്കുന്നതും കണ്ണു തുറന്ന് നോക്കുന്നതും കണ്ണിൽ വലിയ സൂക്ഷ്മമായ ഗ്ലാസ് വെച്ചുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതും നടത്തുന്നതും ഈ നജസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സൗഭാഗ്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സമപ്രായക്കാരായ നാളെ ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും ഇടപെടുന്നതുമെല്ലാം തീർത്തും നജസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സമൂഹത്തിന് ആവശ്യമാണ്. ആരോഗ്യരംഗം സമ്പുഷ്ടമാകണമെങ്കിൽ ആവശ്യമാണ്, നമുക്കും ആവശ്യമാണ്. പക്ഷെ ആ വേദിയിലേക്കല്ലല്ലോ നമ്മളെ അല്ലാഹു തെരഞ്ഞെടുത്തത്. നാം കേൾക്കുന്ന ഇബാദത്താണ്, നാം കാണുന്ന ഇബാദത്താണ്, നാം വായിക്കുന്ന ഇബാദത്താണ്. നമ്മളെ ഹോസ്റ്റൽ ഏതാണ്? അത് ഈ ഭൂലോകത്ത് അല്ലാഹു ആദരിച്ച് ബഹുമാനിച്ച മസാജിദുല്ലാഹ്, ബുയൂത്തുല്ലാഹിയാകുന്ന പള്ളികളാണ് ഏറെക്കുറെ 90% മുതഅല്ലിമീങ്ങളുടെ ആവാസ കേന്ദ്രം. അർശിന് നേരെ കിട്ടുമെന്ന് റിസാലത്തിൽ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ആ 7 വിഭാഗത്തിലെ പ്രധാന വിഭാഗം റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ള വ്യക്തിക്ക് അർശിന്റെ നേരുണ്ട് എന്നാണ്. ഇന്ന് ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് പള്ളിയുമായി അഭേദ്യമായി ബന്ധമുള്ള മഹാഭാഗ്യം നമുക്കല്ലേ ഉള്ളൂ. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പള്ളിയിലേക്ക്. എവിടെന്നാ വരുന്നത്? ഞാൻ പള്ളിയിൽ നിന്ന്. ഇങ്ങനെ നിരന്തരമായി പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ചവരും നമ്മളാണ്. എല്ലാ മുസൽമാനും നിസ്കരിക്കണം. എല്ലാ മുസൽമാനും നിർബന്ധമായ സംഗതിയാണ് 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരം ഈ ഭൂമിയിലെ പരിശുദ്ധമായ ഭവനമായ പള്ളിയിൽ നിർവഹിക്കാൻ മഹാഭാഗ്യം ലഭിച്ചവർ, അത് അവ്വൽ വക്തിട്ട് നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അത് ഇസ്ലാം കൽപ്പിക്കുന്ന രൂപത്തിൽ വെള്ള വസ്ത്രം ധരിച്ച് തലമറച്ച് പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി 1-ാം സഫിലൂടെ തന്നെ ആദ്യ വക്ത് നിസ്കരിക്കാൻ ഭാഗ്യമുള്ളവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? താലിമീങ്ങളെ നാം ആലോചിക്കണം. ആരുണ്ട്? 24 മണിക്കൂറും കൂലി കിട്ടുന്ന, ഊണിലും ഉറക്കിലും ബാത്റൂമിലും കക്കൂസിലും കിടന്നുറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാ സമയത്തും കൂലി കിട്ടുന്ന സുന്നത്തായ കാര്യമാണ് താടി വെക്കുക എന്നുള്ളത്. ഒരു സുന്നത്തായ മോതിരം, വെള്ളി മോതിരം വലത്തെ കൈയിന്റെ ചെറുവിരൽ, സാധ്യമല്ലെങ്കിൽ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ ധരിക്കുക എന്നുള്ളത് 24 മണിക്കൂറും നിരന്തരമായി കൂലി കിട്ടുന്ന ഈ ഇബാദത്ത് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുമെങ്കിലും ഇന്ന് സാധിക്കുന്നത്ര ഏറ്റവും സാധിക്കുന്നത് നമ്മൾക്കാണ്. ഇവിടുത്തെ സാധാരണക്കാർ, നിങ്ങളുടെ സമപ്രായക്കാർ, താടി വെക്കുന്നവരുണ്ട്. ഒരു കാലത്ത് ക്ലീൻ ഷേവ് ആയിരുന്നു ഫാഷൻ, അതായത് അന്നത്തെ ട്രെൻഡ്. ഇന്ന് താടി വെക്കലെല്ലാം വലിയ സന്തോഷമാണ്. പക്ഷേ അത് മുത്തുനബിയുടെ സുന്നത്തായ ഒരു ചടങ്ങാണ്. അതിനെ ഹിയായി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് താടി വെക്കുന്ന വിഭാഗം വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവും. ശാരീരികങ്ങളായ, ഫാസിഖീങ്ങളായ, സാനികളായ, കള്ളന്മാരായ ഒരുപാട് ആളുകളുണ്ട്. ക്രിക്കറ്റിന്റെ, സിനിമയുടെ, പന്തുകളിയുടെ തുടങ്ങിയ ആളുകളുടെ വേഷവും അവരുടെ യൂണിഫോമും അവരുടെ ഡ്രസ് കോഡും അവരുടെ ഹെയർ സ്റ്റൈലും സ്വീകരിച്ചുകൊണ്ട് താടി വെക്കുന്നവരും മുടി വെട്ടുന്നവരും ഭ്രാന്തൻ കോലത്തിൽ തലാമുടി ചേഞ്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവരാരെയാണ് പിൻപറ്റുന്നത്? അവര് ജീവിതം ഒരിക്കൽ പോലും കാണാൻ സാധ്യതയില്ലാത്ത, ഒരു കാലിച്ചായന്റെ ഗുണം പോലും ദുനിയാവിൽ കിട്ടാത്ത, ആഖിറത്തിൽ മിസ്കാൽ ദർറത്ത് ഗുണം കിട്ടാത്ത തനിച്ച ഫുസാക്കിന്റെ വേഷത്തോട്
ഭയങ്കരമായ ഉത്കടമായിരിക്കുന്ന അഭിലാഷവും ആഗ്രഹവും സ്നേഹവും വെച്ചുകൊണ്ട് നമ്മുടെ യുവതലമുറ തലമുടി വെട്ടുന്നവരുണ്ട്. അല്പം മൊട്ടയടിച്ച് ഇടയ്ക്കിടെ കട്ട് ചെയ്ത് ഇടയ്ക്കിടെ കട്ട് ചെയ്യാതെ വ്യത്യസ്തങ്ങളായ ഭ്രാന്തൻ വേഷത്തിൽ മുടി വെട്ടുന്നവരുണ്ട്. താടി വെക്കുന്നവരുണ്ട്. W മോഡലായി, M മോഡലായി, കസേരയിട്ടിരിക്കുന്ന മോഡലായി എല്ലാം താടി വെക്കുന്നവരുണ്ട്. തിങ്ങിയ താടി ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന, ഷേവ് ചെയ്യുന്ന വേഷങ്ങളുണ്ട്, ഭ്രാന്തൻ വേഷങ്ങളുണ്ട്. നാം ആരും അത് ഉദ്ദേശിച്ചുകൊണ്ടല്ല താടി വെക്കുന്നത്. നാം ആരും അത് ഉദ്ദേശിച്ചുകൊണ്ടല്ല മുടിവെട്ടുന്നത്. നമുക്ക് ഒരു ഹബീബായ ഒരു നേതാവുണ്ട്. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഫീ ഹാലിഹി വ മഖാലിഹി, എല്ലാ വാക്കിലും പ്രവൃത്തിയിലും ആരും നമ്മോട് പിൻപറ്റാൻ കൽപ്പനയുള്ള, എത്രമാത്രം പിൻപറ്റുന്നോ അത്രമാത്രം മഹത്വമുള്ള ആ നേതാവിനെ അനുകരിച്ചുകൊണ്ടാണ് നമ്മുടെ യൂണിഫോം, നമ്മുടെ താടി, നമ്മുടെ നഖംവെട്ടൽ, നമ്മുടെ മോതിരം, നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മുടെ മീശയുടെ ശൈലി നാം ശ്രദ്ധിക്കണം. നമ്മൾ മഹാസൗഭാഗ്യന്മാരല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരാണ് ഭാഗ്യവാന്മാർ? ഒരു രാജാവിന്റെയും ഒരു മന്ത്രിയുടെയും ഒരു ഭരണാധികാരിയുടെയും ഒരു പണക്കാരന്റെയും സ്ഥാനമല്ല നമുക്കുള്ളത്. നാം ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യശാലികളാണ് എന്ന് നാം ഓർക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഉസ്താദ് എത്തിയാൽ ഞാൻ അപ്പം മുത്തനബി തങ്ങൾ സ്വഹാബത്തെ നടന്നു പോകുമ്പോ ഈ രണ്ട് ഖബറിൽ ആരാണ് സ്വഹാബത്തെ എന്ന് ചോദിച്ച കഥ നമുക്കറിയാം. അവർക്ക് ആർക്കും അറിയില്ല. തങ്ങൾ പറഞ്ഞു ഈ ഖബർ രണ്ടാൾക്കാരുണ്ട്. ഇന്നഹുമാ ല യുഅദ്ദബാനി, അവർക്ക് നല്ല ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കൊടിയ പാപം ചെയ്തുകൊണ്ടല്ല അവർ ശിക്ഷിക്കുന്നത്, പക്ഷേ അത് കബീറാണ്. ഒഴിവാക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യുമ്പോൾ വലിയ കുറ്റമാണെന്ന് വിചാരിച്ചിട്ടുമില്ല. ലളിതമായി ചെയ്യാവുന്ന കഠിനമായ കുറ്റമാണ് അവർ ചെയ്തത്. ആ കുറ്റത്തിന്റെ ശിക്ഷ അവർ ഖബർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷണിയുമായി നടക്കുന്ന ആളാണ്, ഏഷണി പുരാണത്തിന്റെ ആളാണ്. കുടുംബങ്ങൾ തെറ്റിക്കുന്ന, സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന, ഭാര്യഭർത്താക്കന്മാർ തെറ്റിക്കുന്ന, അയൽവാസി തെറ്റിക്കുന്ന, ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു ഒരുത്തൻ. മറ്റൊരാള് വേണ്ടതുപോലെ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകാത്ത ആളായിരുന്നു. നമ്മുടെ സൗഭാഗ്യം പറയുമ്പോൾ ഞാൻ ഹദീസ് വായിക്കാൻ കാരണം നമ്മുടെ പ്രായക്കാർ ധരിക്കുന്ന ഇടുങ്ങിയ ജഡ്ഡിയും അതിന്റെ മേലെ ധരിക്കുന്ന ഇടുങ്ങിയ പാന്റും അതിന്റെ ചെറിയ സിപ്പും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മൂത്രപ്പരയിൽ കയറുമ്പോൾ നമ്മൾ കാണുന്ന ചില വിഷമങ്ങളുണ്ട്. ബാക്കിൽ ഡോറില്ലാത്ത മൂത്രപ്പുരയിൽ കയറിയിട്ട് അവർ കാണിക്കുന്ന ഗോഷ്ഠികൾ കാണുമ്പോൾ അറിയാതെ അൽഹംദുലില്ലാ പറഞ്ഞു പോകേണ്ടി വരുന്നുണ്ട്. ഒരു മനുഷ്യൻ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മം, പ്രാഥമിക മുറകൾ, സ്വസ്ഥമായി മൂത്രമൊഴിക്കാൻ വയ്യാതെ നിന്ന് മൂത്രമൊഴിക്കുന്ന അവസ്ഥയുണ്ട്. മൂത്രമൊഴിക്കുമ്പോഴും തെറിക്കും, ഇസ്തിൻജാ ചെയ്യുമ്പോഴും തെറിക്കും. അങ്ങനെ മുഴുവൻ നജസ്സുമായി പള്ളിയിലേക്ക് വന്ന് പള്ളിയുടെ കാർപ്പറ്റ് നജസാക്കുന്ന ദുരന്തമുണ്ട്. ചില ആളുകൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്നവരുണ്ട്. അപ്പോഴും പാന്റിലും ശരീരത്തിലും ഇസ്തിൻജാന്റെ സമയത്ത് നജസാകുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം ആ ഡ്രസ്സ് താഴെ പറ്റ അഴിച്ച്, പാന്റ് അഴിച്ച്, ജഡ്ഡി അഴിച്ച്, ബാക്കിയുള്ള ആളുകളെല്ലാം അവർക്ക് വ്യക്തമായി കാണുന്ന രൂപത്തിൽ, പിൻഭാഗം ഫുള്ള് കാണുന്ന രൂപത്തിൽ ഇരുന്ന് ഈ ഇറക്കിയ ജഡ്ഡിയും ഇറക്കിയ പാന്റും വിശാലമാകാത്തത് കൊണ്ട് രണ്ട് കാലം അകറ്റി വെക്കാൻ കഴിയാതെ സാഹസപ്പെട്ടുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് ആ കർമ്മം നിർവഹിക്കുന്ന ആളുകളുണ്ട്. ഈ മൂന്ന് വിഭാഗത്തിന്റെയും മൂത്രമൊഴിക്കലും ഇസ്തിൻജാവും വേണ്ടതുപോലെ ശുദ്ധിയാകുന്നുണ്ടോ ഇല്ലേ എന്ന് നാം ഒന്ന് ആലോചിക്കണം. അവർ മുഖേന അവരുടെ അവരെ ഉൾഭാഗവും പള്ളിയുടെ ഉൾഭാഗവും നജസാകുന്നുണ്ടോ ഇല്ലേ എന്ന് നാം ആലോചിക്കണം. അതിനുശേഷം എടുക്കുന്ന വുദൂഇന്റെയും കാലുകഴുകലിന്റെയും നിസ്കാരത്തിന്റെ അവസ്ഥ ഇരിക്കട്ടെ. ഈ നജസ്സുമിനെ വഹിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഈ ദുരന്തത്തിൽ നിന്ന്, ഈ സാഹസികതയിൽ നിന്ന്, ഈ ത്യാഗത്തിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ സംരക്ഷിച്ചില്ലേ? ഡോറുള്ള ബാത്റൂമിൽ കയറി സ്വസ്ഥമായി അഴിച്ചു വെച്ച് സ്വസ്ഥമായി ഇസ്തിബ്റ ചെയ്ത് മൂത്രമൊഴിച്ചെങ്കിൽ മാത്രമേ അത്തരം ഡ്രസ്സുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങളുടെ പൂർണ്ണമായ ശുചിത്വം വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകാത്തതിന്റെ പേരിൽ ഖബറിലെ ശിക്ഷ അനുഭവിക്കുന്ന ആ അനുഭവം നാം ആലോചിക്കണം. നമ്മെ അല്ലാഹു തആല കാത്തുരക്ഷിച്ചതാണ്.
ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് ലോകത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടിയ ആളുകളാണ് നമ്മൾ. നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ തീരുമാനം കൊണ്ടോ അല്ല, അള്ളാഹുവിന്റെ മഹദായ ഫദ്ൽ കൊണ്ട് ലഭിച്ച ഈ മഹാസൗഭാഗ്യത്തിന് നമ്മൾ നന്ദി പറയണം. ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും ഇത്തരം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ ശുക്ർ ചെയ്യാതെ ഓതാൻ പോയി കുടുങ്ങി ഉസ്താദിന് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി SSLC കഴിയുവോളം, +2 കഴിയുന്നവരെ, ഡിഗ്രി കഴിയുന്നവരെ ഞാനിങ്ങനെ നടക്കും. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാനും ഇടുങ്ങിയ ടൈറ്റ് ഫിറ്റായ പാൻറ് ധരിച്ച് ടീഷർട്ട് ധരിച്ച് മുടിയെല്ലാം ഫ്രീക്കൻ വളർത്തി ഞാനും ഒന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കും എന്നാഗ്രഹിക്കുന്ന മുതാലിമീങ്ങൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ കടുത്ത നന്ദികേടാണ്, തനിച്ച കുഫ്രാൻ നിഅമത്താണ്. ഈ ശുക്ർ നന്ദി ചെയ്യാതെ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയില്ല, വർണ്ണിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല, കഠോരമാണ്. അങ്ങനെ ഈ രംഗത്ത് മാറിപ്പോയ ആളുകൾ ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ ദർസിലേക്ക് രക്ഷിതാക്കളായി, പിതാക്കന്മാരായി മക്കളെ ചേർക്കാൻ വേണ്ടി വരുമ്പോ പറയും, ഉസ്താദെ ഞാനും കുറച്ച കാലൊക്കെ പോയിരുന്നു, പിന്നെ എന്റെ കള്ളമടി കൊണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്തിവെച്ചു, അതിന്റെ ഖേദം പറഞ്ഞാൽ തീരില്ല ഉസ്താദെ, അതിന്റെ സങ്കടം പറഞ്ഞാൽ തീരൂല, എന്റെ മകനെങ്കിലും ആ രംഗത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഉപ്പാക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യം മക്കളിലൂടെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മെ പലരെയും രക്ഷിതാക്കൾ ഇത്തരം സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചത്. ഇനി നമ്മളും അതേപോലെ രക്ഷിതാക്കളാകുമ്പോ ആ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത് സങ്കടമായി എന്ന് പറയുന്ന ദുരന്തമില്ലാതിരിക്കാൻ നമ്മൾ നിർബന്ധമായും അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യണം. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ദലി ത്വഅത്ത്, ലോകത്തിൽ ചെയ്യാൻ കഴിയാവുന്ന വഴിപാടുകളിൽ നിന്ന്, ഇബാദത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിന്റെ കൂട്ടത്തിലാണ് പഠിക്കലും പഠിപ്പിക്കലും പുസ്തകം എഴുതലും വായിക്കലും എല്ലാം ഉള്ളത്. മിൻഹാജിന്റെ ആമുഖത്തിൽ നമ്മൾ പഠിച്ചതാണ്, പലതവണ വായിച്ചതാണ്. ആ ഇബാദത്ത് കൊണ്ട് ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന, നിരതരാകുന്ന നമ്മൾ ഇപ്പോൾ ഉള്ളത് വിശുദ്ധമായ പള്ളിയുടെ മധ്യത്തിലാണ്. അതിന് വിഷമിച്ചുകൊണ്ട്, അതിന് പ്രയാസപ്പെട്ടുകൊണ്ട് ഫോണിൽ കളിക്കാൻ, മുടിയിൽ കളിക്കാൻ, ഡ്രസ്സിൽ കളിക്കാൻ, സ്ത്രീകളുമായി സല്ലപിക്കാൻ എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ അകത്തെ പള്ളിയിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിലേക്ക് നിങ്ങൾ പോകരുതേ എന്നാണ് ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്. പിശാചിന്റെ പിന്നാലെയുള്ള ദുർബോധനം, ഇതിൽ നിന്ന് ഒഴിവാകാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പിശാച്. കാരണം ഒരു മുതാലിമിന്റെ വളർച്ചയാണ് പിശാചിന് ഏറ്റവും വിഷമമുള്ളത്. ഒരു കള്ള് ഷാപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ വിഷമാണ് പിശാചനാവും. പള്ളി ഉണ്ടാകുന്ന വിഷമം പിശാചിന് ഒരു മുതാലിം ഉണ്ടാകാനാണ്. ഒരു മുതാലിമിന്റെ പഠനം നിർത്തിക്കൊണ്ട് അവൻ ഭൗതിക രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ള് ഷാപ്പിനേക്കാളും പിശാചിന്. കാരണം ഒരു മുതാലിം എങ്ങനെ വളർന്നു വലുതായി ദീനിന്റെ ഹയാത്താകുന്ന, ജീവനാകുന്ന ഇൽമ പഠിച്ച് അവന്റെ പരിസരങ്ങളും അവന്റെ ചുറ്റുപാടുകളും കുടുംബങ്ങളും ദീനുമായി ബന്ധപ്പെടുമ്പോ അതാണ് പിശാചിന് ഏറ്റവും ശല്യം. അപ്പോൾ ഈ തലപ്പ വഴിക്കാൻ, ഈ കുപ്പായം കഴിക്കാൻ, ഈ രംഗം വിടാൻ നിരന്തരമായ പിശാച് നമ്മെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഈ വേഷത്തെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു മോശമായി നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ അതൊന്നും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭാഗ്യശാലികളാണ് എന്നും ഇതൊരു വലിയ അനുഗ്രഹമാണെന്നും ഞാൻ നന്ദി ചെയ്യൽ കുറവാണെന്നുമുള്ള ഓർമ്മ നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. ഒരിക്കലും മെഡിക്കൽ കോളേജിൽ പോയപ്പോ ഒരു രോഗിയെ, സർജറി കഴിഞ്ഞ രോഗിയെ കാണാൻ വേണ്ടി പോയപ്പോ എന്നെയും എന്റെ കൂടെയുള്ള 1-2 മുതാലിമികളെ കടത്തിവിട്ട് രോഗിയെ കാണാൻ വേണ്ടി അനുവദിച്ചു. തിരിച്ചു പോന്നു. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കറുത്ത പാന്റും നീല ഷർട്ടൊക്കെ ധരിച്ച കുറെ സാധാരണക്കാരുണ്ടായിരുന്നു, അവരെ കടത്തിവിട്ടില്ല. നമുക്കെന്നെ അത്ഭുതം, നമ്മളങ്ങനെ പോകുമായിരിക്കും. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജറി കഴിഞ്ഞ രോഗിയെ കാണാൻ നമ്മളെ കടത്തിവിട്ടു. നമ്മളെ കൂടെയുള്ള കറു വസ്ത്രം ധരിച്ച ആൾക്കാരെ കടത്തിവിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ചു,
അല്ല, ഇത്തരം കട ധരിച്ചുകൊണ്ട് രോഗിന്റെ അടുത്തേക്ക് പ്രവേശനമല്ല. ഞാൻ പോകാതെ ചെയ്യുക. അതിവിടെ പബ്ലിക്കായ ഒരു ഓപ്പൺ കുപ്പായുണ്ട്, ഒരു കോട്ടുണ്ട്, അത് ഇട്ടുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ കാണാൻ പോയത്. അവർ വന്നാൽ ആ കുപ്പായം ധരിച്ച് നമുക്ക് പോകാറ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ 2 ഓവർ കോട്ട് ധരിച്ചു കണ്ട ആൾക്കാർ വന്നു. അത് അയച്ചു തന്നിട്ട് അത് ഇവരിട്ടു. അങ്ങനെ അയക്കുമ്പോൾ ഇടുമ്പോൾ അത് ദുർഗന്ധം ആരോടെ പറയാം? പബ്ലിക്കല്ല, എല്ലാവരും ഉപയോഗിക്കല്ല. വിയർപ്പായിട്ട് മുസ്ലിമും കാഫിറും ആണും പെണ്ണൊക്കെ ധരിക്കണം. ആ ഓവർ കോട്ട് ധരിച്ചുകൊണ്ടാണ് പിന്നെ കൂടെയുള്ള ആളുകൾ രോഗിയെ കാണാൻ വേണ്ടി പോയത്. നഴ്സുമാരെ മുഴുവനും വെള്ള വസ്ത്രമല്ലേ? നഴ്സുമാരെ മുഴുവനും വെള്ള വസ്ത്രമല്ലേ? ബാത്റൂമിൽ കഴുകുന്ന നനത്തൊടുക്കുന്ന അവരല്ല, രോഗിയെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാര് വെള്ളയായിരിക്കും. കാണാനും അനുഭവിക്കാനും ശുചിത്വത്തിനും എല്ലാം വെള്ള നിർബന്ധമാണ്. നമ്മുടെ കെട്ടിടത്തിന് മുകളിൽ വെള്ള പെയിന്റ് അടിച്ചാൽ ആ ബിൽഡിങ്ങിന് താഴെ നല്ല കൂളിംഗ് ഉണ്ടാവും. ചൂടിനെ ആവാഹിച്ച് പുറത്തേക്ക് തള്ളാൻ കഴിവുള്ള കളറാണ് വെള്ള. നല്ല ചൂട് കാലം വരുമ്പോ ആരോഗ്യ വകുപ്പുകാർ പറയും, കളർ വസ്ത്രം ധരിക്കരുത്, കട്ടിയുള്ള കളറുള്ള വസ്ത്രം ധരിക്കരുത്, കഴിവിന്റെ പരമാവധി വെള്ള ധരിക്കണം, അത് കോട്ടൺ ആകാൻ ശ്രമിക്കണം. അപ്പോഴുണ്ടോ വെള്ള ധരിക്കണം. വെള്ളയാണ് ചൂടിനെ ഒഴിവാക്കാൻ നല്ല മാർഗം. കറുപ്പും ചുവപ്പും എല്ലാം വലിയ പ്രയാസമാണ് എന്ന് ആരോഗ്യ പ്രവർത്തകർ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. അപ്പോൾ നമ്മുടെ യൂണിഫോമിന്റെ മഹത്വം കണ്ട നിങ്ങൾ എവിടെയും കയറി ചെല്ലാൻ പറ്റിയ, എല്ലായിടത്തും പോകാൻ പറ്റിയ ഒരു വേഷമാണ് നമ്മുടെ ഈ യൂണിഫോം. ആ ഒരു സൗഭാഗ്യം നമുക്ക് അല്ലാഹു തന്നു. അതിന്റെ പുറമെ ദുനിയാവിന്റെ പുറമെ ആഖിറത്ത് നമുക്ക് ഈ സുന്നത്തിനെ ഹിദായത്തിനെ കൂടി അല്ലാഹു തരികയാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഖുർആനാണ്, ഹദീസാണ്, ശറഈയ ഉലൂമിന്റെ കിതാബുകളാണ്. അത് മഹാസൗഭാഗ്യല്ലേ? ഇങ്ങനെ കിട്ടിയ സൗഭാഗ്യമെല്ലാം കൊച്ചായി കണ്ട് അതെല്ലാം പരിഹാസപാത്രമാക്കി ഞാനല്ല ഇതിന് പോവുകയാണെന്ന് പറഞ്ഞ് പോയ ഒരൊറ്റ കുട്ടിയും രക്ഷപ്പെട്ടിട്ടില്ല. സാമ്പത്തികമായി രക്ഷപ്പെട്ടിട്ടില്ല, സാമൂഹികമായി രക്ഷപ്പെട്ടിട്ടില്ല. ഈ പ്രസ്ഥാനത്തോട്, ഈ ഡ്രസ്സിനോട്, ഈ ഇൽമിനോട് നീരസം കാണിച്ചുകൊണ്ട്, വെറുപ്പ് കാണിച്ചുകൊണ്ട്, സ്നേഹമില്ലാതെ വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് പണക്കാരനാകണം, ഉദ്യോഗസ്ഥനാകണം, വലിയ തസ്തിക ലഭിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരാളും രക്ഷപ്പെട്ട രംഗം നമുക്കറിയുന്നു. പരാജയപ്പെട്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട നിരവധി ആളുകളെ കാണാൻ കഴിയും. അതുകൊണ്ട് നന്ദി ചെയ്തോളൂ, ശാക്കിരീങ്ങളായിക്കോളൂ. എന്നാൽ ഞാൻ വർദ്ധിപ്പിച്ച് ഗുണങ്ങൾ വർഷിപ്പിച്ചു തരും. അല്ല, തന്ന നിയമത്തെല്ലാം കൊച്ചായി കണ്ട് അത് പരിഹാസ രൂപത്തിൽ തള്ളി പുറത്തേക്ക് തള്ളി നിങ്ങൾ വഴിമാറി സഞ്ചരിച്ചാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കഷ്ടപ്പെടും, നമ്മൾ പ്രയാസപ്പെടും, നമ്മൾ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് നരകിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം അവസ്ഥ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കും. കിട്ടിയ സൗഭാഗ്യത്തിൽ ശുക്ർ ചെയ്ത് ഒരിക്കൽ പോലും സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് ഈ എടുത്തു വെച്ച കാര്യം പിന്നിക്കെന്നെ പോയി നരകത്തിലേക്ക് പോകുന്ന, കുഫറിലേക്ക് പോകുന്ന, ഫിസ്കിലേക്ക് പോകുന്ന, ഇസ്യാനിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകല്ലേ എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. നാഫിയായ തടസ്സങ്ങൾ ഒഴിവാകാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ഉലമാക്കൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പ്രാർത്ഥനയാണത്. ആ നാഫിയായ ഇൽമിന്റെ ഖാദിമീങ്ങളായി, അതിന്റെ പ്രചാരകരായി ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഖൈറാത്ത് സമ്പാദിക്കാനും വാരിക്കൂട്ടാനുമുള്ള സൗഭാഗ്യമായി ഈ വിദ്യാർത്ഥി ജീവിതത്തെ, ഈ രംഗത്തേക്കുള്ള പ്രവേശനത്തിന് പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ രംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ദൗർഭാഗ്യം അല്ലാഹു നമ്മെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.